ഓറഞ്ച് കൊണ്ട് ജെല്ലി ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഈ ജെല്ലി റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും ആരുടെ ഹെൽപ്പ് ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാനും പറ്റും. പിന്നെ ഇതിലേക്ക് നമുക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ആകെ കൂടി 3 കൂട്ടം സാധനങ്ങൾ ആവശ്യമുള്ളൂ. അത് നമുക്ക് ഒന്നല്ലെങ്കിൽ വീട്ടിലുണ്ടാവും മിക്കപ്പോഴും, അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ ആയിരുന്നാലും നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് വാങ്ങാനും കിട്ടും. കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇത് തന്നെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ ഇതേപോലത്തെ 6 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ചിന്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ ഈ ഓറഞ്ചിൽ ഇപ്പൊ കുരു ഇല്ല കേട്ടോ. കുരുള്ള ഓറഞ്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു മാറ്റണം. കുരു മാറ്റിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസിന് നല്ല കയ്പ്പ് രസം ഉണ്ടാവും. അത് എപ്പോൾ നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു 6 ഓറഞ്ച് എടുക്കുക. അത് അത്യാവശ്യം നല്ല മധുരമുള്ള ഓറഞ്ച് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം. അപ്പോൾ പഞ്ചസാരയ്ക്ക് കറക്റ്റായിട്ട് ഒരു അളവ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് നമ്മൾ എടുക്കുന്ന ഓറഞ്ചിന്റെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. കാരണം ചില ഓറഞ്ചിനൊക്കെ നല്ല മധുരം ഉണ്ടാവുമല്ലോ, ചില ഓറഞ്ചിന് ചെറുതായിട്ട് പുളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ജെല്ലി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. അപ്പൊ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ആകെ കൂടി 3 കൂട്ടം സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. റെഡി ആക്കിയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ഓറഞ്ചിന്റെ ജ്യൂസ് എടുക്കാം. അത് കുരുല്ലാത്തതായതുകൊണ്ട് നല്ല ഈസിയാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കുരുല്ലാത്ത ഓറഞ്ച് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വാങ്ങാം. അല്ലെങ്കിൽ നമുക്ക് കുരുവൊക്കെ കളഞ്ഞെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പണിയാണല്ലോ. ഞാനിവിടെ ഇതേപോലെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് കേട്ടോ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ജ്യൂസർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസറിൽ ചെയ്യാം. അപ്പൊ ഞാൻ ഇതിലേക്ക് പഞ്ചസാര എന്തോരാണ് ചേർക്കണേന്ന് ആ ചേർക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ആ ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് തന്നെ വേണമെന്നില്ല കേട്ടോ. മൂസമ്പി വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്യാം. എന്തെങ്കിലും കുരു ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു മാറ്റണം. അതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ 6 ഓറഞ്ചും ഇതേപോലെ തന്നെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് അടിച്ചിട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത മിക്സി ഫിലിപ്സിൻ്റെ മിക്സി കേട്ടോ. കാരണം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു ഏത് മിക്സിയാണെന്നുള്ളത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്കത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഇവിടുത്തെ വോൾട്ടേജ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് ഒരു അഡാപ്റ്റർ വേണം. ഞാനിവിടെ ഒരു അഡാപ്റ്ററുമാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. ഈ അഡാപ്റ്റർ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ആമസോണിൽ നിന്ന് ഇത് വാങ്ങിച്ചതിൻ്റെ ലിങ്കും കൂടിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. കാരണം കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുമ്മ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെ എന്ത് സാധനം നമുക്ക് അങ്ങനെയല്ലേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫിലിപ്സിൻ്റെ മിക്സിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പണ്ടും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു മിക്സി. ഇതിപ്പോൾ പുതിയത് കൊണ്ടുവന്നത്. ഈ ജ്യൂസ് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിങ്ങനെ ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജാറിൽ വെച്ചിട്ടാണല്ലോ അടിക്കുക. അപ്പോൾ ഈ ജാറിൽ ഇപ്പോൾ നമ്മൾ മസാല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് അടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ജാറിൽ നമ്മൾ ജ്യൂസ് അടിക്കരുത് കേട്ടോ. അപ്പോൾ ജ്യൂസിന് അതിൻ്റെ സ്മെല്ല് വരുമല്ലോ. അപ്പോൾ ജ്യൂസ് അടിക്കുന്ന ജാറിൽ ജ്യൂസ് മാത്രം അടിക്കുക. ഈ ജ്യൂസ് നമുക്ക് മെഷറിംഗ് കപ്പിൽ ഒഴിച്ച് നോക്കട്ടെ എന്തോരം ഉണ്ടെന്ന് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം അളവ് കിട്ടുമല്ലോ. ഇപ്പോൾ ഇത് മെഷറിംഗ് കപ്പിൽ എടുക്കുമ്പോൾ 300 ml ജ്യൂസ് ഉണ്ട്. 300 ml ആകുമ്പോൾ 1.25 കപ്പ് ജ്യൂസ് ഉണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. ഈ ഓറഞ്ച് ജ്യൂസിന് നല്ല മധുരം ഉണ്ട്, എന്നാലും നമ്മൾ സെപ്പറേറ്റ് കുറച്ച് മധുരം ചേർക്കണം. അപ്പം ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കുക. കോൺഫ്ലവർ അല്ലെങ്കിൽ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യൻ ബ്രാൻഡ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ബ്രാൻഡൊക്കെ വാങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല കേട്ടോ അതും എഴുതിയിട്ടുണ്ടാവുക. ഇതേപോലെ ഇങ്ങനെ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ കോൺഫ്ലവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുമ്പോൾ കോൺ പൊടിച്ച പൊടിയായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡിന്മേക്കും കോൺഫ്ലവർ എന്ന് പറഞ്ഞിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇനി ഇതിലേക്ക് കോൺഫ്ലവറാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കോൺഫ്ലവർ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ഇത് കട്ട പിടിച്ച പോലെ കിടക്കരുത്. അപ്പോൾ കോൺഫ്ലവറും പഞ്ചസാരയ്ക്ക് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഇത് തിക്കാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ. ഇനി ഈ ജെല്ലി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇങ്ങനെ ഗ്ലാസ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ജെല്ലി നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എന്താണ് എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കണം. അതിപ്പോൾ ബട്ടറോ ഓയിലോ എന്തായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചെറിയൊരു പാൻ എടുക്കുക. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, അത് ജ്യൂസ് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ എന്തായാലും ചേർക്കണം കേട്ടോ. കോൺഫ്ലവറാണ് ഇതിനെ സെറ്റാക്കിയിട്ട് ജെല്ലി പോലെ ആക്കണത്. ഇനി തീ ഓണാക്കുക. ഇനി ഇത് നമ്മൾ നിർത്താണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് തിക്കായിട്ട് വരണം. ഇത് ഇളക്കിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കും. നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്താനും പിന്നെ പഞ്ചസാരയും ചേർത്തല്ലോ. അപ്പോൾ നമ്മളിത് ചൂടാക്കാൻ പോണേലുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ തിക്കായിട്ടിരിക്കണ പോലെ തോന്നും. പിന്നെ അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ലൈറ്റായിട്ട് വരും. പിന്നെ ഇത് തിക്കാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇത് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചൂടാവാൻ തുടങ്ങുമ്പോൾ തീ വലിയ ബർണറൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചോ. അപ്പോൾ ഇത് പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ട സൈഡിൽ നിന്ന് വിട്ട് കൊണ്ടാണ്ട. അപ്പോൾ ഇതിനകത്ത് വലിയ കൊമ്പളകൾ വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. അതേപോലെ വലിയ കൊമ്പളകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇതിന് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല ജെല്ലിയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ചൂടോട് കൂടിയിട്ടാണ് വെക്കേണ്ട. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ ജെല്ലി സെറ്റായിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിൽ നിന്ന് എടുക്കാൻ പോണതിന് മുമ്പ് ഈ സൈഡൊന്ന് വിടിയിച്ചു കൊടുക്കുക.
ഇത് ഈ ഗ്ലാസിൻ്റെ അടി വരെ ഇതേപോലെ ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വിടിയിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് ഈസിയിൽ നമുക്ക് ഇതേപോലെ അങ്ങോട്ട് വിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ നല്ല ഈസി ആയിട്ടുള്ള ഓറഞ്ച് ജെല്ലി റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ആ ഓറഞ്ചിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ മധുരം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.